ഇന്ത്യയുടെ പ്രതിരോധ നിരയിൽ ഇനി റഷ്യൻ കരുത്തിന്റെ സഹായത്തോടെ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനങ്ങൾ അണിനിരക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പൂർണ്ണമായ ലൈസൻസോടെയുള്ള സുഖോയ് 57 അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണവും അതിന് ആവശ്യമായ മുഴുവൻ സാങ്കേതിക വിദ്യകളുടെയും കൈമാറ്റവും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് റഷ്യ. ദുബായ് വ്യോമ പ്രകടന വേദിയിൽ റഷ്യൻ ഏജൻസിയായ റോസോബോറോൺ എക്സ്പോർട്സിന്റെ പ്രതിനിധിയാണ് ഇത് സൂചിപ്പിച്ചത്. റഷ്യയിൽ നിർമ്മിച്ച സുഖോയ് 57 വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകാനും അതോടൊപ്പം ഇന്ത്യയിൽ തന്നെ അവ നിർമ്മിക്കാനുമുള്ള സാങ്കേതിക വിദ്യ കൈമാറാനും റഷ്യ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. എഞ്ചിനുകൾ മുതൽ അഞ്ചാം തലമുറ സാങ്കേതിക വിദ്യകളുടെ മുഴുവൻ ടെക്നോളജി ലേണിംഗ് വരെയുള്ള തുറന്ന കൈമാറ്റമാണ് റഷ്യ വാഗ്ദാനം ചെയ്യുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് സാങ്കേതിക വിദ്യ ഒരുക്കുന്നതിൽ ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന നിയന്ത്രണങ്ങളെയും അനിശ്ചിതത്വങ്ങളെയും ദൂരീകരിക്കാൻ ഇത് ഏറെ സഹായകരമാകും. ദീർഘകാല അടിസ്ഥാനത്തിൽ സുഖോയ് 57 യുദ്ധവിമാനത്തിന്റെ സോഫ്റ്റ്വെയറും മറ്റ് സംവിധാനങ്ങളും സംയുക്തമായി അപ്ഗ്രേഡ് ചെയ്യാനുള്ള അവസരവും റഷ്യ ഒരുക്കും. 1960-കളിൽ MiG-21 നിർമ്മാണത്തോടെ തുടങ്ങിയ ഇരു രാജ്യങ്ങളുടെയും വ്യോമയാന പങ്കാളിത്തത്തിന് ശേഷമുള്ള പുതിയ അധ്യായം എന്ന നിലയിലാണ് റഷ്യ ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഏറെ നിർണായകമായ സാഹചര്യത്തിലാണ് റഷ്യ ഇന്ത്യക്ക് കൈമാറ്റവുമായി എത്തിയിരിക്കുന്നത്. ബ്രഹ്മോസിന്റെ സംയുക്ത വികസനവും സുഖോയ് 30 MKIയുടെ നിർമ്മാണവും ഇന്ത്യ റഷ്യ ബന്ധത്തെ ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ അമേരിക്ക, ഫ്രാൻസ് തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്ന് യുദ്ധക്കോപ്പുകൾ വാങ്ങിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ സുഖോയ് 57ന്റെ പൂർണ്ണമായ സാങ്കേതിക കൈമാറ്റവുമായി റഷ്യ എത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇന്ത്യയും റഷ്യയും തമ്മിൽ കൂടുതൽ അടുക്കുന്ന കാലഘട്ടമാണിപ്പോൾ. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ മോസ്കോയിലെത്തി പ്രസിഡന്റ് പുടിനെയും വിദേശകാര്യമന്ത്രി ലാവ്റോവിനെയും കാണുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞു. ഇങ്ങു ഡൽഹിയിൽ റഷ്യൻ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവും മാരിടൈം ബോർഡ് അധ്യക്ഷനുമായ നിക്കോളായ് പാത്രുഷേവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടുകഴിഞ്ഞു. അടുത്ത മാസം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഇന്ത്യ സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണ്. സമുദ്രമേഖലയിലെ സഹകരണം, കണക്ടിവിറ്റി, കപ്പൽ നിർമ്മാണം, ബ്ലൂ എക്കോണമി തുടങ്ങിയ മേഖലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വമ്പൻ പുരോഗതിക്ക് മുന്നോടിയായുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ മോസ്കോയിലും ന്യൂഡൽഹിയിലും നടന്നുകൊണ്ടിരിക്കുന്നത്.